ശരിയാവൂ? കോമൺ സെൻസ് ശരിയാവൂ? ഒരിക്കലെങ്കിലും ആവും. കാരണം ഈ കുട്ടി ഈ പശുവിനെ മെച്ചുറാകാൻ പെട്ടെന്ന് ഇതിന്റെ സെല്ലുകൾക്ക് വളർച്ച പ്രാപിക്കും. സാധിക്കോ? പെട്ടെന്ന് മെച്ചുറാവോ? അത് മെച്ചുറാവാൻ എത്ര ദിവസം വേണം ഒരു പശുക്കുട്ടി? 1 വർഷം അല്ലെ 1.5 വർഷം. 1.5 വർഷം കൊണ്ട് മെച്ചുറാവുന്ന രീതിയിലുള്ള ഒരു പശുക്കുട്ടിയെ പോലെ ഒരു കുട്ടിയാണോ നമുക്ക് സൃഷ്ടിക്കേണ്ടത്? അത്ര മാത്രം കഴിക്കാം. വേറെ ഒന്ന്, ഇത് സയൻസ് ഇല്ലേ? ഇതിനകത്ത് ആർക്കെങ്കിലും എങ്ങനെ എഴുതി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതും നമുക്ക് നല്ലതുപോലെ ആലോചിച്ച് വേണം പാലെ കയറി പിടിക്കാൻ. എന്നിട്ട് ഇതൊക്കെ നല്ല പാല് കുടിച്ചാലുള്ള കഥയാ പറഞ്ഞത്. ഇതൊക്കെ നല്ല കപ്പാസിറ്റി പാലിന്റെ കഥയാ പറയുന്നത്. ഒരു പാലും നമ്മുടെ ശരീരത്ത് മനുഷ്യന്റെ അമ്മയുടെ പാലല്ലാതെ അതിനകത്ത് സകല അത് 120 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള പാലാണ് അമ്മ നമുക്ക് തന്നത്. ആ ഹോർമോണാണ് നമുക്ക് വേണ്ടുന്നത്. അത് കഴിഞ്ഞാൽ ഇത് വേണ്ടതാനും പ്രകൃതി തന്നെ അതിനെ കളഞ്ഞു. അടുത്തത് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ആ പാലിന്റെ അത്രയൊന്നും പറയാതിരിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഈ പാൽ കൂടി നിർത്തിയേ പറ്റുള്ളൂ, ഈ ചായ കൂടി നിർത്തിയേ പറ്റുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ തലയിൽ കിടക്കുമ്പോൾ ആലോചിക്കണം, ഇത് ശരിയാണ്, കുറച്ചെങ്കിലും ഒക്കെ പെടുന്നു ഇത് വേണ്ടാന്ന് ചോദിക്കും. 10 ചായ കുടിക്കുന്നത് 1 ചായ ഗ്ലാസ് രാവിലെ ചിലർക്ക് ചായ കുടിക്കാതെ കൂസിപ്പാൻ പറ്റത്തില്ല അല്ലേ? അതൊക്കെയുണ്ട്. ഓരോരുത്തർക്ക് ഓരോരോ ശീലങ്ങളാണ്. ആ ശീലം നിങ്ങൾ മാറ്റിയെടുക്കണമെന്നെങ്കിൽ ആദ്യം ശരീരത്തിന്റെ സംവിധാനത്തെ ശരിയാക്കി പറ്റില്ല. ആ 3 വരെ ഒന്ന് പോയിട്ട് വന്നിട്ട് നിങ്ങൾ ചായ കുടിക്കും. അറിയില്ലേ? നിങ്ങൾ 3 വരെ ഒന്ന് പോവാ. അവിടെ ചെല്ലുമ്പോൾ അന്തം വിട്ടുപോയി ഇൻഡോസൾഫാൻ നിരോധിച്ചിരിക്കുന്നു. റോദറിന്റെ ടിന്നിനകത്ത് ഇൻഡോസൾഫാൻ നിറച്ചുകൊണ്ട് വെച്ചിട്ടാണ് അടിക്കുന്നത്. പോയി നോക്ക്. ഞങ്ങളെല്ലാം പോയി കണ്ടേച്ച് വന്നിട്ടായി പറയണത്. ഈ ജോഗറാണ് ടിന്നിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് അവര് പറഞ്ഞു തന്നെയാ ഇൻഡോസൾഫാനാണ് അതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. സാറുമാർ നോക്കിയാൽ ഇൻഡോസൾഫാൻ അല്ല, റോഗറാണ്. എന്താ ഏലക്കായ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഈ തേയില കഴിക്കുന്ന ഇതൊന്നും ഇവർ കൊണ്ടുപോയിട്ട് ഒരിത്തിരി കഴിവുന്നില്ല. ഈ പറിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന നേരെ കൊണ്ട് പല ഇതാക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ പോയി നോക്ക്. എന്നിട്ട് അതിനകത്ത് എന്തെല്ലാം ഗ്രീൻ ലേബലും ഗ്രീൻ ടീ ഒക്കെ ആക്കുന്നതിന്റെ പുറകില് എന്തെല്ലാം പ്രോസസ്സ് നടക്കുന്ന ആലോചിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാപ്പിപ്പൊടി എവിടെയെങ്കിലും കാപ്പി കിട്ടുന്ന കാപ്പിപ്പൊടി മേടിച്ചിട്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കി കഴിക്കും. അതിനകത്ത് കുടിപ്പോ ചിക്രിയെ ചേർക്കത്തുള്ളൂ. കാപ്പിപ്പൊടിക്കകത്ത് ചേർക്കുന്നത് ചിക്രിയാണ്. അറിയാവോ? കേട്ടണ്ട? അതൊന്നും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് കാപ്പി നിങ്ങൾ ചായയുടെ പുറയിൽ അങ്ങ് നിർത്ത്. ഞാൻ അത്രേ പറയണുള്ളൂ. ചായ നമ്മൾ ശീലിപ്പിച്ചെടുത്താ ഈ ശീലം നമ്മളായിട്ട് അങ്ങനെ നിർത്താം. അപ്പൊ നമുക്കല്ല ശരി. ഇനി ഏതായാലും ഇതൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കണം. എന്നാലേ ഇവരിനി അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ ഇതെങ്കിലും കൊടുക്കും. ഇനി നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ഇവരെ ശരിയാക്കി എടുക്കാൻ പറ്റും. നോക്കൂലേ? അടുത്ത നമ്മള് ഇനി നിങ്ങൾ ഓരോന്ന് ചോദിച്ചോളൂ. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, എന്റെ ഭാഗം പറയട്ടെ, ഞാൻ കേട്ടോളെ. ദയവ് ചെയ്ത് ഒരു ആയുർവേദം മരുന്നും പോയി മേടിച്ചു കഴിഞ്ഞു. ഒരു കോട്ടക്കലല്ല, ആ നാഗാർജുനയല്ല, പിന്നെ ഏത് സീതാറാം പറമ്പസൂട്ടിക്കലാന്ന് പറഞ്ഞാലും ശരി, ഇത് ഇത്രയും തട്ടിപ്പിന്റെ MLA ആണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നില്ല. ഈ കസ്തൂരാതി ഗുളി കേട്ടിട്ടുണ്ട? ആർക്കും അറിയാത്തവരുണ്ട്? എല്ലായിടത്തും 1 ഗ്രാം കസ്തൂരിയുടെ ഇന്നത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില 1 ലക്ഷം രൂപയാണ്. നമ്മളെ ഇവിടെ കസ്തൂരി നിർമ്മിക്കാൻ പോലും പറ്റില്ല. അമേരിക്കക്കാരന്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് 12,000 രൂപയ്ക്ക്. നിങ്ങൾക്ക് തിരക്കാം, എവിടെയെങ്കിലും പോയി ചോദിക്കാം കസ്തൂരി എവിടെയെങ്കിലും. ആരെ മാനിന്റെ പുറകെ കൂടെ പോയാൽ ജയിലിൽ പിടിച്ചിടും. നിൽക്കണം അവിടെയാണ് നിങ്ങൾ രസമാണ് കിട്ടുന്നത്. സൽമാൻ ഇപ്പോഴും ഇങ്ങനെ നിയമിക്കുക. ആയിരക്കണക്കിന് മാന്റെ പുറകെ കൂടെ പോകുമ്പോഴാണ് ഒരു മാനിനകത്ത് ശലം കസ്തൂരി കിട്ടുന്നത്. ആ കസ്തൂരിയുടെ വില അന്താരാഷ്ട്ര മാർക്കറ്റ് 1 ലക്ഷം രൂപ ഇന്നത്ര. ഈ കസ്തൂരാതി കൂടി ഇവിടെ 10 കണക്കിലിട്ട് വിൽക്കുക. ഇത് ഏത് കസ്തൂരിയ? ഇത് ഏത് കസ്തൂരിയ? എനിക്കറിയാം. ഇത് നമ്മൾ ചോദിക്കുന്നത്. 2 ഗോരോചനാദി കൂടി കേട്ടിട്ടുണ്ട? ഗോരോചനം എന്ന് പറഞ്ഞാൽ എന്തോ സാധനം അറിയാം? പശുവിന്റെ മസ്തകത്തിൽ നിന്നില്ല. പശുവിന്റെ കരളിനകത്തുനിന്ന് ഉണ്ടാകുന്ന പിത്തസഞ്ചിക്കകത്തുണ്ടാകുന്ന കല്ലിനാണ് ഗോരോചനം എന്ന് പറയുന്നത്. അതിനകത്ത് കല്ലുണ്ടാവും. എല്ലാ പശുവിനും കല്ലുണ്ടാവില്ല.
അപൂർവം ചില പശുക്കൾക്ക് മാത്രമേ കല്ലുണ്ടാവൂ. അതാണ് ഗോരോചനം. പശു തുമ്മല് കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷെ ചില പശുക്കൾക്ക് മാത്രം ഇതിനകത്തൊരു ഉണ്ട പോലായിട്ട് അതിനകത്ത് രോമമൊക്കെ പിടിച്ചിട്ട് അവസാനം തുമ്മിക്കളയുമ്പോൾ ഒരു ഉണ്ട വലിയിട്ട് ഭയങ്കര മരുന്നാണ്. അത് അപൂർവം സാധനങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ ഒരു ടെന്റ് കണക്കിട്ട് വിൽക്കുക. ദശമൂലാരിഷ്ടത്തിനകത്ത് 31 ലിറ്റർ ദശമൂലാരിഷ്ടം ഉണ്ടാക്കണമെങ്കിൽ 3 ഗ്രാം 750 മില്ലിഗ്രാം കസ്തൂരിയും ചേർന്ന്. അപ്പൊ 31 ലിറ്റർ ദശമൂലാരിഷ്ടം ഉണ്ടാക്കാനായിട്ട് 3.25 ലക്ഷം രൂപയുടെ കസ്തൂരി മാത്രം വേണം. അല്ല മനസ്സിലായോ? ഈ ദശമൂലാരിഷ്ടമാണ് നിങ്ങൾ മേടിച്ച് കഴിക്കുന്നത്. ഇനി ഒരു കാര്യമൊക്കെ, ദശമൂലാരിഷ്ടം ഞാൻ വെല്ലുവിളിച്ചാണ് എല്ലായിടത്തും പോയി ക്ലാസ് എടുക്കുന്നത്. 2000 രൂപ കൊടുക്കാൻ കസ്തൂരി ഇല്ലാതെ ഈ ദശമൂലാരിഷ്ടം ഒരു കുപ്പി ഉണ്ടാക്കിത്താം. 2000 രൂപ കൊടുക്കാൻ അവിടെ കസ്തൂരിയും വേണ്ട. 17 കൂട്ടം ഐറ്റം ഇന്ത്യ മഹാരാജ്യത്തില്ല. ടോട്ടൽ 72 കൂട്ടം ഐറ്റം ഉണ്ട് ദശമൂലാരിഷ്ടത്തിനകത്ത്. ദശമൂലം മാത്രമല്ല, ദശമൂലം എന്ന് പറഞ്ഞാൽ 10 മൂലമാണ്, 10 പേരാ. മറ്റേ ദശപുഷ്പവും ഇത് ദശമൂലമാണ്. ആ 10 കൂട്ടമൊന്നും അല്ല. ഞാനത് വായിക്കാം. നിങ്ങൾ തന്നെ പറയണം ദശമൂലം എത്ര രൂപയ്ക്ക് കഴിക്കാം. എല്ലാം കേട്ടോ, എല്ലാ ജീരവും എന്റെ വിനയിപ്പുണ്ട്. സകല ജീരകപ്പത്തില്ല. നിങ്ങൾ ആദ്യം ഈ ദശമൂലാരിഷ്ടം ഒന്ന് കേട്ടോളൂ. എത്ര രൂപയ്ക്ക് ഈ സാധനം ഉണ്ടാക്കി തരാമെന്ന് കുടിക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ പറയണം. ദശമൂലം പ്രത്യേകം 300 ഗ്രാം വീതം. ദശമൂലം എന്ന് പറഞ്ഞാൽ അറിയാലോ, കൂവളം, കുമ്പിള്, പാവിനി, പലകപ്പയ്യാനി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ അങ്ങനെ 10 എണ്ണമാണ് ദശമൂലം എന്ന് പറയും. അത് പ്രത്യേകം 300 ഗ്രാം. കൊടുവേലിക്കിഴങ്ങ് ആരും ഒരിയും നീക്കി നിഴലിലുണക്കിയത് 1.5 കിലോ. 1.5 കിലോ കൊടുവേലി നിഴലിലുണക്കാൻ 18 കിലോ പച്ച വേണം. 18 കിലോയ്ക്ക് 1 കിലോയ്ക്ക് 100 രൂപ ഇന്നത്തെ മിനിമം വിലയാണ്. 1 കിലോയ്ക്ക് 18 കിലോ വേണം. പുഷ്കരമുല്ലത്തിന്റെ വേര് 1.5 കിലോഗ്രാം. പാസ്യോറ്റിത്തൊലി ചിറ്റമൃതിന്റെ മുരി കളഞ്ഞ് മുരി നീക്കി 1 കിലോ 200 ഗ്രാം. നെല്ലിക്കാത്തോട് 960 ഗ്രാം.